മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. പണം നൽകാത്തവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും 3 വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും കേസിലെ പ്രതികളായ 2 പേർ പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിൽ നിന്ന് പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇതുവരെ കുറ്റപത്രം നൽകാത്തതെന്നും ഇവർ ആരോപിച്ചു. മുൻ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിനെതിരെ ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത്. രാമനാട്ടുകര സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന സുജിത് ദാസ് പ്രതികളിൽ നിന്ന് പണം വാങ്ങിയെന്നാണ് ആരോപണം. പണം നൽകാത്തവരെ അന്വേഷണ ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും 3 വർഷം കഴിഞ്ഞിട്ടും കേസിൽ കുറ്റപത്രം നൽകിയിട്ടില്ലെന്നും കേസിലെ പ്രതികളായ 2 പേർ പറഞ്ഞു. കേസിൽ ഉൾപ്പെട്ട കൂടുതൽ പേരിൽ നിന്ന് പണം കൈക്കലാക്കാൻ വേണ്ടിയാണ് ഇതുവരെ കുറ്റപത്രം നൽകാത്തതെന്നും ഇവർ ആരോപിച്ചു. 2021 രാമനാട്ടുകരയിൽ സ്വർണം പൊട്ടിക്കലിനിടെ വാഹനം അപകടത്തിൽപ്പെട്ട് 5 പേർ മരിച്ചത്. വലിയ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 60ഓളം പേർ പ്രതികളായി. എന്നാൽ സംഭവ സമയത്ത് നാട്ടിൽ പോലും ഇല്ലാത്തവരെ സുജിത് ദാസ് കേസിൽ പ്രതി ചേർത്തെന്നാണ് പ്രതിപട്ടികയിലുള്ള ചിലർ ആരോപിക്കുന്നത്. പ്രതി ചേർക്കപ്പെട്ടവരുടെ വീട്ടുകാരോട് പോലീസ് ഉദ്യോഗസ്ഥർ പണം ആവശ്യപ്പെട്ടു. പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്ന് പറഞ്ഞാണ് പണം ചോദിച്ചത്. ഡാൻസ് ഓഫ് അംഗമായ ഒരു പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്റെ ബന്ധുക്കളോട് പണം ആവശ്യപ്പെട്ടത്. പണം നൽകിയാൽ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നായിരുന്നു വാഗ്ദാനം. സാധാരണ കുടുംബമായതിനാൽ പണം കൊടുക്കാനായില്ല. എന്റെ ഒരു സിം കാർഡ് അവിടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാണ് എന്നെ കേസിൽ പ്രതി ചേർത്തത്. കരിപ്പൂരിന് സമീപത്താണ് കുറ്റകൃത്യം നടന്നത്. പക്ഷേ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുവന്നത് തന്റെ സ്വന്തം നാട്ടിലേക്കാണ്. കേസിൽ നീ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ലെന്നും നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കാനാണ് ഇത് ചെയ്യുന്നതെന്നും പറഞ്ഞ ഡാൻസ് ഓഫ് അംഗങ്ങൾ അന്ന് തന്നെ വാഹനത്തിൽ നിന്ന് വലിച്ചിറക്കുകയായിരുന്നു. ഇതുവരെ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെടാത്ത താമരശ്ശേരിയിലുള്ള ആംബുലൻസ് ഡ്രൈവറും ഈ കേസിൽ പ്രതിയായി. 60ഓളം ദിവസമാണ് അയാൾ ജയിലിൽ കിടന്നത്. പ്രതികളിലൊരാൾ പറഞ്ഞു. കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞ അന്വേഷണ ഉദ്യോഗസ്ഥന് പണം കൊടുത്തിട്ടുണ്ടെന്ന് മറ്റൊരു പ്രതിയും പ്രതികരിച്ചു. കേസിൽ നിന്ന് ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞാണ് പണം വാങ്ങിയത്. പക്ഷേ ഒന്നും ഉണ്ടായില്ല. കേസിൽ ഇതുവരെ കുറ്റപത്രം നൽകിയിട്ടില്ല. ദുബായിലുള്ളവരടക്കം പ്രതിപട്ടികയിലുണ്ട്. അവരിൽ നിന്ന് പണം കൈക്കലാക്കാനാണ് നീക്കം. സുജിത് ദാസിന് സ്വർണം പൊട്ടിക്കൽ സംഘവുമായി ബന്ധമുണ്ടാകാമെന്നും ഇയാൾ ആരോപിച്ചു. ഈസ്റ്റ് ലൈവ് കൊണ്ടോട്ടി.